ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുകേഷ് MLA രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ നിർണായക CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. മുകേഷ് സ്ഥാനമൊഴിയണമെന്ന നിലപാടുമായി ബൃന്ദ കാരാട്ട് അടക്കമുള്ള വനിതാ നേതാക്കൾ രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലാണ് CPIM. പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. ആർ ശ്രീജിത്ത്, ഇപ്പോഴും തുടരുകയാണോ സംസ്ഥാന സെക്രട്ടേറിയറ്റ്? മുകേഷ് വിഷയം ചർച്ചയായോ എന്നതിൽ ഏതെങ്കിലും തരത്തിൽ സൂചനകൾ വരുന്നുണ്ടോ ശ്രീജിത്ത്? സുജയ, മുകേഷ് വിഷയം ഇതുവരെയും CPIM സംസ്ഥാന സെക്രട്ടറിയിൽ ചർച്ചയായിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ഇപ്പോഴും തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം മുകേഷ് വിഷയത്തിൽ CPIMന്റെ സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ സൂചനകൾ. രാവിലെ മുതൽ ഉച്ചവരെ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംഘടനാ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ 1 മുതൽ കേരളത്തിൽ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഒരുക്കങ്ങളും മറ്റ് തയ്യാറെടുപ്പുകളുമായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആയത് ഉച്ചവരെ. ഇതോടൊപ്പം തന്നെ മറ്റ് ഗൗരവതരമായ ചില സംഘടനാ വിഷയങ്ങൾ കൂടി CPIM സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരിഗണനയ്ക്ക് കിടക്കുന്നുണ്ട്. അതിലൊന്ന് ഈ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ്റെ നടപടിയാണ്. ഇക്കാര്യത്തിലും സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിലപാടെടുക്കുമെന്ന കാര്യം നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് നാളത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിഷയം വരുമോ എന്നതാണ് ആകാംക്ഷ ഉള്ള മറ്റൊരു കാര്യം. എന്തായാലും മുകേഷ് വിഷയമാണ് CPIMൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. CPI അടക്കമുള്ള ഘടകകക്ഷികൾ മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം മുന്നണി നേതൃത്വത്തെ CPIM നേതൃത്വത്തെ മുഖ്യമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തേക്കുമെന്നാണ് സൂചന. ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സെഷനിൽ ഇത് പരിഗണനയ്ക്ക് വരുമെന്നാണ് നേതാക്കൾ ഉച്ചയ്ക്ക് നൽകിയ വിവരം. എന്തായാലും ഈ കാര്യത്തിലുള്ള തീരുമാനം ഇന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി ക്യുക്ക് അപ്ഡേറ്റുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. നമുക്ക്